ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ തൃശ്ശൂരാണുള്ളത്. ആദ്യം ഞങ്ങൾ പോകാൻ പോകുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാണ്. അങ്ങോട്ട് പോവാം. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊഴുതിറങ്ങി. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വടക്കുംനാഥ ക്ഷേത്രത്തിൽ വരണമെന്നുള്ളത്. അത് സാധിച്ചു കിട്ടി. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് തൊഴണം. നമ്മളടുത്തൊരു ആക്ടിവിറ്റി ഉണ്ട്. ഇവിടെ 9 കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. റൂമിൽ പോകണം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, ആക്ടിവിറ്റിക്ക് പോകണം. അന്ന് മലക്കപ്പാറ, വാൽപ്പാറ, അങ്ങനെ ആതിരപ്പള്ളി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കിട്ടുന്നതൊക്കെ കുറവാണ്. എന്നാലും കിട്ടിയതൊക്കെ കഴിച്ചു. അടുത്തായിട്ട് നമ്മൾ ആക്ടിവിറ്റിക്കാണ് വന്നത്. സ്പീഡ് വേയിൽ. ഇവിടെ കാർ റേസിംഗും ഉണ്ട്, പിൻബോളും ഉണ്ട്. പക്ഷേ പിൻബോൾ ഇപ്പോൾ ഇല്ല, കാർ റേസിംഗ് മാത്രമേ ഉള്ളൂ. ലാപ്പ് അനുസരിച്ചാണ് റേറ്റ് മാറുന്നത്. പിന്നെ കാറിൻ്റെ മോഡൽ അനുസരിച്ചും റേറ്റ് മാറും. ടീമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഓടിക്കാൻ നല്ല ത്രില്ലാണ് ഓടിക്കാനായിട്ട്. ഓടിച്ചിട്ട് അങ്ങനെ ഓടിച്ചില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? കൊച്ചിന് തല ഇറങ്ങിപ്പോയി. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ. ഇത് വണ്ടി ഓടിക്കാൻ നിങ്ങൾ ആരും വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. നമ്മൾ വിചാരിക്കുന്നതല്ല. വണ്ടി സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര അട്ടിയാണ്. ഇത് വെച്ച് ഓടിച്ചിട്ട് അത് ഓടിക്കാൻ വലിയ പാടാണ്. അതുപോലെ തിരിക്കുമ്പോഴൊക്കെ വണ്ടി നല്ല ടാസ്ക്കാണ്. ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ, അങ്ങനെ കാർ റേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഇനി അതിരപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് സ്നോ സ്റ്റോമിൻ്റെ ബോർഡ് കണ്ടത്. അപ്പം നെക്സ്റ്റ് ഞങ്ങൾ ഇനി അങ്ങോട്ടാണ്. നമ്മളങ്ങനെ കാശ്മീരിലെത്തിയിരിക്കുന്നു. ഇവിടെ എടുക്കുന്ന തണുപ്പാണ്. വെളിയിലൊക്കെ ഉണ്ടോ? വൻ തണുപ്പ്. ഇവിടെ തണുപ്പിൻ്റെ ബഹളം കൊണ്ട് കൈയണിച്ച് നമ്മൾ സ്നോ സ്റ്റോമിൽ പോയി. അടിപൊളിയായിരുന്നു. തണുത്തിട്ടിപ്പം AC തണുപ്പ് പോലും അറിയുന്നില്ല. എങ്ങോട്ടായിരുന്നു? നിങ്ങൾ വരുവാണെങ്കിൽ എന്തായാലും ഒന്ന് നോക്കുക. വലിയ ആക്ടിവിറ്റി ഒന്നും അറിയത്തില്ല, വെറുതെ തണുപ്പ് കൊള്ളാം. എന്നാലും അത്യാവശ്യം ഒരുപാട് പേരുടെ അതിനകത്ത് DJ പരിപാടി, ഡാൻസ് കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. സർവീസും കാര്യങ്ങളും എല്ലാം പക്കയാണ്, എല്ലാം അടിപൊളിയാണ്. ജസ്റ്റ് ഒന്ന് വന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിനകത്ത് തന്നെ കോഫിയും കാര്യങ്ങളൊക്കെ, അതൊക്കെ നല്ല പ്രത്യേക ഫീലാണ്. നമ്മൾ കാശ്മീരിലും മണലിലൊക്കെ പോകുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ആസ്വദിക്കാം. പക്ഷെ അത്ര ഫീൽ എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഐസ് അല്ല. അത്രയും പൈസ വേണ്ട നമുക്ക്. ഇവിടെ പോകുന്ന വഴിക്ക് കയറിയാൽ മതി. അത്രയും രൂപയുള്ളൂ. പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മഞ്ഞ നമുക്ക് അപ്പം ഒരു വ്യത്യാസം അറിയാൻ പറ്റും. കാരണം ഞാൻ പോയിട്ടില്ല, ഇവിടെ മണാലി പോയിട്ടുണ്ടോ ഇവർക്ക് അറിയാം. ഇവിടെ സയന്റിഫിക് ആയിട്ട് പറയുന്നത് അങ്ങനെയാണ്. മണാലി അല്ല, ഇവിടെ ശ്രീനഗർ. ഇവിടെ ആർമിയിലായിരുന്നല്ലോ, ഇവിടെ കിണറായിരുന്നു. പിന്നെ ഞങ്ങൾ അറിയപ്പള്ളിയല്ലോ, ആതിരപ്പള്ളിയിലോട്ടാണ് പോകുന്നിടത്ത്. അവിടെ പോയിട്ട് ബാക്കി നോക്കാം. ഇവർക്ക് കുരങ്ങിന് തീറ്റ കൊടുക്കുന്നു നോട്ടെ. ഓക്കെ, ബായ്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ആതിരപ്പള്ളിയിലേക്ക് പോകാം. അങ്ങനെ കാട്ടിൽ ഒരു മാനയെ കണ്ടിട്ടിരിക്കുകയാണ്. മാന അപ്പോഴത്തേക്ക് തലതാഴ്ത്തി. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എത്തിയേക്കുവാണ്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇവരൊക്കെ നേരത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അന്ന് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം കുറവാണ്, എന്നാലും നല്ല അടിപൊളിയായിരുന്നു. ഇറങ്ങുമ്പോൾ നല്ല ചാടി ഇറങ്ങാം. പക്ഷെ കയറുന്നത് ആലോചിക്കുമ്പോഴാണ് വലിയ പ്രയാസം. എന്താ പറയുക, ക്ഷീണിച്ചോ? സംസാരിക്കും. അയ്യോ, ഇനി ഇതേപോലെ 10 കയറുണ്ട്. 10 ഉണ്ട്. വാ പോണ്ടേ. താളം അടിക്കുന്നൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. നടക്ക്. ഇപ്പോൾ കണ്ട് നടക്ക്. പോട്ടെ. എന്താ പോട്ടെ, കയറി പോട്ടെ. കയറും മോളിയല്ലേ? എടുക്കണോ? 100 കിലോ ഒന്നും പൊക്കെ എന്നോട് വരത്തില്ല. ഓരോ ഉണ്ട്. വാ, കയറുന്നില്ലേ? നമ്മൾ തന്നേക്കുന്ന 5 ആപ്പനാണ് എടുത്തത്. 7:41 അപ്പുറത്തെത്തണം. വേറെ ഒരു വണ്ടിയില്ല, എല്ലാവരും നിർത്തിയെന്ന്. 6 മണി നമ്മൾ ക്ലോസ് ചെയ്യും. തിരിച്ചങ്ങോട്ട് ഇൻസ്ട്രക്ഷനിൽ പുള്ളി കുറേ കാര്യങ്ങളുണ്ട്. തിരിച്ചങ്ങോട്ട് വരല് പാലക്കാട് വേണ്ട വേറെ വഴിയുണ്ട്. ഇതുവഴി എന്തിനാ പോകുന്നത്? 55 കിലോമീറ്ററോ ഉണ്ട് ചെക്ക് പോസ്റ്റ് എടുത്തോട്ടുണ്ട്. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്കൂടെ കാട്ടി എന്ന് പറയുന്ന കാട്ടുപോത്തിൻ്റെ അത് റോഡ് ബ്ലോക്ക് ചെയ്ത് കുറേ സമയം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ റേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വഴിയും കാര്യങ്ങളും കറക്റ്റൊന്നും അറിഞ്ഞില്ല.
എവിടേക്കോ പോയി എങ്ങനെയൊക്കെയോ ഒരു 46 എയർ പിന്നും കാര്യങ്ങളൊക്കെ ഇറങ്ങാനുണ്ടായിരുന്നു. നല്ല ടയേർഡാണ്. ഇനി പാലക്കാട് എല്ലാം പാലക്കാട് കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അവിടുന്ന് രാവിലെ അവിടെയാണ് മൊത്തവും. ആകെ ടയേർഡായിട്ടുണ്ട്. അതുവരെ ഇനി നാളെ കാണാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ.